ഹായ് ഹലോ സുധിനാണ്. ഞങ്ങളെന്നുള്ളത് മഞ്ചേരി കാവന്നൂരുള്ളത്, മഞ്ചേരിക്കടുത്തുള്ള മാരിക്കോടിനിടയ്ക്കുള്ള കാവന്നൂർ എന്ന സ്ഥലത്തുള്ളത്. അപ്പോൾ ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ് ഞാനും സുധിനുണ്ട്. അപ്പോൾ ഇന്ന് ഒരു 230 മീറ്ററോളം നീളം വരുന്ന ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റാണ്. സൈറ്റ് കാണാൻ രസമാണ് കേട്ടോ. ബാക്കിൽ കണ്ടില്ലേ, കഴുങ്ങാണ്, മൊത്തത്തിൽ കഴുങ്ങാണ്, അടുപ്പിച്ചടുപ്പിച്ച് കഴുങ്ങാനുള്ളതുകൊണ്ട് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഈ ഫെൻസിങ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പന്നിശല്യമാണ്. അപ്പോൾ ഏകദേശം 230ഓളം മീറ്റർ ഏരിയ വരുന്നതാണ്. അപ്പോൾ ചലഞ്ചിങ് എന്ന് പറയുന്നത് ആ കാണുന്ന വീടിൻ്റെ മുറ്റം വരെ വണ്ടി എത്തുള്ളൂ. അവിടുന്ന് നമ്മൾ പുതുതായിട്ട് ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി, അതായത് കഴിഞ്ഞ് വെച്ച് ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് ലോഡ് ചെയ്തിട്ട് മെറ്റീരിയൽ എടുത്തിച്ചത്. സോ രാവിലെ സ്റ്റാർട്ട് ചെയ്താണ് വർക്ക്. രാവിലെ ശ്രുതിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം എത്തിയാണ്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം എത്തിയാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 3 മണിയായിപ്പോൾ. 3 മണി കഴിഞ്ഞ് ഒരു സ്ട്രെച്ചും കൂടി ഉണ്ട്, അവിടെയും കെട്ടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലൈൻറ്റ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തുനിന്നായിരുന്നു അല്ലേ? അതെ, പുറത്തുനിന്ന് നമ്മളെ കോൺടാക്ട് ചെയ്ത്, എനിക്ക് തോന്നുന്നത് 1 മാസം മുമ്പ്, നമ്മൾ ഈ മഴയൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ടാണ് ആൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്തു. അന്ന് തന്നെ ആൾ പറഞ്ഞു, ആളും ആളുടെ ബ്രദറിൻ്റെ ഒരു പ്ലോട്ടും ഉണ്ടായിരുന്നു അപ്പുറത്ത്. അപ്പോൾ രണ്ടും കൂടി എത്ര സെൻറ്റ് ശരിക്കും? ഇത് ആക്ച്വലി 45 സെൻസ് എങ്ങാണ്ടാണ് ഉള്ളത് ഈ ഒരു സ്ഥലം വരുന്നത്. പിന്നെ അപ്പുറത്ത് കൂടിയും അന്ന് അങ്ങനെ മെഷർ ചെയ്ത് നമ്മൾ പിന്നെ നമ്മൾ അതെ. പിന്നെ ആൾ പറഞ്ഞു, ആൾ കൺഫേം ചെയ്തിരുന്നു, അന്ന് തന്നെ കൺഫേം ചെയ്തിട്ട് പിന്നെ ആൾ തിരിച്ചു പോയിട്ട് അവിടെ എത്തിയിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വർക്ക്സ് ഒക്കെ ഉണ്ട്, കവുങ്ങ് കുറേ മുറിക്കാനും. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നു. അതെ, സ്ഥിരമായിട്ട് കാണുന്നു. അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ വിളിച്ചാൽ അല്ല, നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാ വർക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സും നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് മിക്കവാറും നമുക്ക് വർക്കേഴ്സ് മീൻസ് കസ്റ്റമേഴ്സായിട്ട് വരാറുള്ളത്. അതിൽ വലിയ സന്തോഷമേ ഉള്ളൂ. കാരണം നമ്മുടെ ഓരോ വീഡിയോസിനെ കുറിച്ചും അവർ കൃത്യമായിട്ട് പറയാറുണ്ട്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ സന്തോഷ് ചെറിയ നല്ലൊരു കമന്റ് തന്നിരുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്ത്. കാരണം ഞങ്ങൾ പറയേണ്ട കാര്യം സന്തോഷ് സർ ഓൾറെഡി അതിലങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയുടെ അടിയിൽ പോയിട്ട് ഒരു ക്ലൈൻറ്റ് മീൻസ് ഒരു എൻക്വയറി ചെയ്യുന്ന രീതിയിൽ ഒരാൾ എത്ര റേറ്റ് എന്ന് ചോദിച്ചു. അതിന് ഡീറ്റെയിൽ ആയിട്ട് പുള്ളി ഒരു വലിയൊരു നോട്ട് തന്നെ എഴുതിയിട്ടാണ്. അത് ഓരോ സൈസിനനുസരിച്ചാണ്, ഹൈറ്റും കാലുകളുടെ ഓരോ ടൈപ്പിനൊക്കെ അനുസരിച്ചാണ്. അതുകൊണ്ട് പുള്ളീനെ വലിയൊരു എസ് എഴുതിയിട്ടായിരുന്നു. വളരെ സന്തോഷം. നമ്മളതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത കസ്റ്റമർ. അതെ, നമ്മൾ എനിക്ക് തോന്നുന്നത് ചെയ്തതിന് ശേഷം ഇതുവരെ ഞങ്ങളൊരു വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യാതിരുന്നിട്ടില്ല. കമൻറ്റ് ചെയ്യുന്നത് പോട്ടെ, ഞങ്ങളോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കും, എങ്ങനെയുണ്ട് ഇപ്പോൾ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്, നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതുപോലെ അതിനിടയ്ക്ക് സംസാരിക്കുന്ന നമ്മൾ ശബ്ദം കുറവാണെന്നുള്ള വീഡിയോയിലൊക്കെ കണ്ടാൽ ഇത് ചോദിച്ചായിരുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ഭയങ്കര കെയറിങ് ആണ്. സോ വെരി താങ്ക്ഫുൾ സന്തോഷ് സാറിന്. എനിവേ, നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ശ്രുതിലെ ഇന്നത്തെ മെറ്റീരിയൽസിനെ കുറിച്ച് അല്ല, നമുക്ക് സാധാരണ നോർമലി ചെയ്യുന്ന തന്നെ, നമ്മളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ബേസിക് ആയിട്ട് വരുന്ന നമ്മൾ 2.5 ഇഞ്ചിൻ്റെ 3 ഇഞ്ച്, അതായത് നമ്മൾ സ്ഥിരം പറയുന്ന പോലെ പന്നിശല്യത്തിന് നമ്മൾ ഉപയോഗിക്കാം മിനിമം 3 ഇഞ്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ 3 ഇഞ്ചിൻ്റെ മെറ്റീരിയലാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. 4 ഫീറ്റ് ഹൈറ്റിൽ നോർമലി കൊടുക്കുന്ന പോലെ തന്നെ 3 ലൈൻ പ്ലെയിൻ വയേഴ്സ് കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റിൻ്റെ പില്ലറാണ്. പിന്നെ നമ്മൾ വർക്ക് നമ്മൾ ആക്ച്വലി വീഡിയോസൊക്കെ എടുക്കുന്ന ആ സമയം, തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി 1.5 അടി ആയിരുന്നു നമ്മൾ കുറേ കാലങ്ങളായിട്ട് താഴോട്ട് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ 4 അടി മുതലേ നമ്മൾ ഓൾമോസ്റ്റ് ഇതൊക്കെ 2 ഫീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ മാറി. ഓൾമോസ്റ്റ് ഇനി കോൺക്രീറ്റ് പോസ്റ്റ് മാറിയിട്ട് ഞങ്ങൾ ഫുള്ളായിട്ട് GI പൈപ്പിലോട്ട് ആണ് കുറച്ചും കൂടി ഞങ്ങൾ നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടൊരു പ്രീമിയം മെത്തേഡുമാണ്, കുറച്ചും കൂടി ലാസ്റ്റിങ്ങുമാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മളെല്ലാം 2 ഫീറ്റാണ് താഴോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാടായതുകൊണ്ട് തന്നെ കുഴിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ 2 ഫീറ്റ് താഴോട്ട് കൊടുത്തത്. പിന്നെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നമ്മൾ വന്ന സമയത്ത് തന്നെ ചെക്ക് ചെയ്തു. അതിൻ്റെ വീഡിയോസ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിവിൻ്റെ പരമാവധിയുള്ള എല്ലാ വീഡിയോസും ഞാനിപ്പോൾ ശ്രുതിനോട് രാവിലെ തന്നെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. പറ്റുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ രസകരമായിട്ടുള്ള ഞാൻ ഇപ്പോൾ വന്ന സമയത്തിന് കറക്റ്റ് സമയത്തിന് മഴ ചെയ്തു. അപ്പോൾ മഴ ചെയ്ത സമയത്ത് കുറച്ച് വീഡിയോസ് അങ്ങനെ എടുക്കാൻ മിസ്സായിപ്പോയി. എന്നാലും പരമാവധി നമുക്ക് പറ്റുന്ന വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇതിനും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് ഈ സംസാരത്തിൻ്റെ ഇടയിലാകുമ്പോൾ നിങ്ങൾക്കും കുറച്ച് ബോറിങ്ങും ഒഴിവായി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ 2.5 മീറ്ററിലാണ് നോർമലി കാലിടുന്ന രീതിയിൽ തന്നെയാണ് കാലൊക്കെ ഇട്ടിട്ടുള്ളത്. 4 അടി ഹൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൈറ്റും കൂടെ ഒന്ന് കാണിച്ചെടുത്തത് പലർക്കും വരുന്ന. ഇപ്പോൾ നോർമലി നോർമൽ ഒരു മനുഷ്യൻ്റെ നെഞ്ചിൻ്റെ അതുവരെയാണ് ഈ ഒരു 4 ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോർമൽ മനുഷ്യൻ്റെ, എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു മനസ്സിലാവാനാണെങ്കിൽ ഒരു ചെസ്റ്റിൻ്റെ അതുവരെ, ഒരു ചെസ്റ്റിന് താഴെയായിട്ട് 4 ഫീറ്റ് നിൽക്കും. 5 ഫീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു തലയോട് മുട്ടി നിൽക്കും. തലയുടെ മുകളിൽ പോലെ തലയോട് മുട്ടി നിൽക്കും. അതായത് കഴുത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നിൽക്കും. അതാണ് ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാം. അതായത് ചിലർക്ക് അടി കണക്ക് പറയുമ്പോൾ പെട്ടെന്ന് ഫീറ്റിൻ്റെ കണക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 6 ഫീറ്റ് ആകുമ്പോൾ നമ്മൾ ഏകദേശം തലയുടെ മുകളിൽ നിൽക്കും. നമുക്ക് എത്താൻ പറ്റുന്ന തലയുടെ മുകളിലായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഹൈറ്റിൻ്റെ കാര്യം. പിന്നെ കണ്ടില്ലേ, തെങ്ങിൻ്റെ തൈകൾ ഇടവിട്ട് കൊടുത്തിട്ടുണ്ട്. പുള്ളി എമർജൻസി ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു കാര്യം കൊണ്ടാണ്. പന്നിശല്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ളൊരു സ്ഥലമാണ് മഞ്ചേരി, ഈ ഭാഗങ്ങളെല്ലാം. അതുകൊണ്ടാണ് 4 അടി മതി. കാരണം പന്നിശല്യമാണ് വെച്ചാൽ ഇതിന് മുകളിലേക്ക് ഒരിക്കലും പന്നി എടുത്ത് ചാടിയിട്ടൊന്നും പോകില്ല. മറ്റുള്ള നായയോ അല്ലെങ്കിൽ മറ്റുള്ള ആനിമൽസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിൽ കൂടുതൽ ഹൈറ്റിലേക്ക്
പോകേണ്ട ആവശ്യമുള്ളൂ. വെറും പന്നിശല്യം മാത്രമാണെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് 4 അടി തന്നെ മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ സൈറ്റിൽ. പിന്നെ അതുപോലെ തന്നെ റേറ്റിൻ്റെ കാര്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഈ സൈറ്റിൽ നമുക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 20-35 സപ്പോർട്ടിൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് 230 മീറ്റേഴ്സ് അവിടെ ഉള്ളത്. ഓൾമോസ്റ്റ് 30-35 സപ്പോർട്ട് പോസ്റ്റ് മാത്രം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ബെൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓരോ ലാൻഡിനും ഡിപ്പെൻസ്. കാരണം എനിക്ക് തോന്നുന്നത് 230 മീറ്ററിന് എനിക്ക് തോന്നുന്നത് നോർമലി നമ്മൾ 115 കാലിനടുത്ത് വരും. നമുക്ക് 110-115 കാലിനടക്കാണ്. അതെ, അത്ര വരത്തുള്ളൂ. ഇവിടെ നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് നല്ല ഓൾമോസ്റ്റ് ഒരു 30-35 പോസ്റ്റ് കൂടുതൽ വന്നിട്ടുണ്ട്. പക്ഷേ കാരണം എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാം, അങ്ങനെ ഇട്ട് ചെയ്തിട്ട് പോവാം. പക്ഷേ എന്താ വെച്ചാൽ സപ്പോർട്ട്സും കാര്യങ്ങളും കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോഴല്ല, ഒരു 1 മന്ത് ഒക്കെ കഴിയുമ്പോൾ അതിങ്ങനെ ചെരിഞ്ഞിട്ടും ആടിയിട്ടും. ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഒരു സൈറ്റിലും റേറ്റ് പറയാത്തത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിൽ വന്ന് നോക്കിയിട്ട് അതൊരു ബുദ്ധിമുട്ടാവും. കാര്യം ഇപ്പോൾ ഞാനൊരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പിന്നെ കൂട്ടി പറയാന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു ക്ലൈൻ്റ് ആണെങ്കിൽ പോലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അത് നമ്മുടെ ക്ലയൻസിനും അതേ അവസ്ഥ തന്നെ ആയിരിക്കും എന്ന് എഴുതിയിട്ടാണ് നമ്മൾ റേറ്റ് ഒന്നും ഷെയർ ചെയ്യാത്തത്. പക്ഷേ നമ്മുടെ വീഡിയോയുടെ കമൻ്റ് ആണെങ്കിലും വിളിച്ചിട്ടാണെങ്കിലും ഓൺ ദ സ്പോട്ടിൽ വിത്തിനൊരു 1 മിനിറ്റിനുള്ളിൽ നമ്മോട് ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്ലോട്ട് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ള് കോട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതിന് നമ്മൾ പ്രത്യേകിച്ച് നമുക്കൊരു ബുദ്ധിമുട്ടില്ല, നമ്മൾ ഫോൺ എടുക്കാതിരിക്കില്ല, നമ്മളെല്ലാ കാര്യങ്ങളും അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇനി ഒന്നും വേണ്ട, ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഇപ്പോഴത്തെ കാലത്ത് ഫോണിൽ വിളിച്ച് ജസ്റ്റ് എൻക്വയറി നടത്തുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണല്ലോ. ഇനി ഫോൺ വിളിക്കാൻ അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ കമൻറ്റ് നമ്മൾ കണ്ടു വരുമ്പോഴേക്കും ചിലപ്പോൾ ഡിലേ ആവും. അതിന് റിപ്ലൈ തന്നിട്ട് നിങ്ങൾ കാണുമ്പോഴേക്ക് ഡിലേ ആവും. അപ്പോൾ അത് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതിന് നല്ലത് നമ്മളെല്ലാ ഈ വീഡിയോയുടെയും എല്ലാം താഴെ കൊടുക്കാറുണ്ട്, കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഇതെല്ലാം നിങ്ങൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ നമ്പറിൽ വാട്സപ്പ് മെസ്സേജായിട്ടോ കോളായിട്ടോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പയ്ക്കപ്പേ നമ്മൾ കൊട്ടേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയാണ് റേറ്റിൻ്റെ കാര്യങ്ങൾ. റേറ്റ് പറയാത്തതിനൊന്നും വിചാരിക്കരുത്. കാരണം നമ്മൾ പരമാവധി നമ്മളെ വീഡിയോ നമുക്ക് അപ്രോക്സിമേറ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഏകദേശം, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരാളുടെ സംസാരത്തിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ, അതായത് ഓവറോൾ ഒരു ബഡ്ജറ്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് നമുക്ക് അല്ലാതെ തന്നെ പറഞ്ഞു കൊടുക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 50 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റഫ്ലി പറയുകയാണെന്ന് വെച്ചാൽ പലർക്കും പല സ്ഥലമായിരിക്കും. 50 സെൻറ്റ് സ്ഥലമാണെങ്കിൽ നമുക്കൊരു 200 മീറ്റർ ഏകദേശം പ്രതീക്ഷിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റേറ്റ്. പക്ഷേ അത് നമുക്ക് ഒരിക്കലും ആക്ച്വലാണെന്ന് പറയാൻ പറ്റില്ല. ഇത് 43 സെൻറ്റ് സ്ഥലം, ഇത് 230-240 മീറ്റർ. കാരണം ഇതിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്. കാര്യം നമുക്കൊരു സ്ക്വയർ ആയിട്ട് കിടക്കുന്ന പ്ലോട്ടാണെന്ന് വെച്ചാൽ 200 മീറ്ററിന് മുകളിലോട്ട് പോകില്ല, അത് കൺഫേം ആണ്. പക്ഷേ ഇത് പല ഷേപ്പിൽ കിടക്കുമ്പോൾ നമുക്ക് പെരിമീറ്റർ, അതായത് ബൗണ്ടറി കൂടുള്ള പെരിമീറ്റർ കൂടും. അതുകൊണ്ടാണ് റേറ്റ് കൂടുന്നത്. സോ അത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ. എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മഴയുടെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീഡിയോസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം എഡിറ്റ് ചെയ്ത് കയറ്റേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഒപ്പം നല്ല രീതിയിലുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ വർക്കുകൾ 3-4 മണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്ന സൈറ്റുകളിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നല്ല നല്ല വീഡിയോസ് പ്രത്യേകിച്ച് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ എല്ലാ വീഡിയോയിലും ഇപ്പോൾ ഏത് സൈറ്റിൻ്റെയും ഷോർട്ട് വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ള ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്മളെ കണ്ടും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പറയാത്തൊരു കാര്യമാണ് കേട്ടോ. കുറേ മുന്നേ നമ്മുടെ സ്റ്റാർട്ടിങ് വീഡിയോയിൽ മാത്രമല്ല നമ്മൾ സബ്സ്ക്രൈബിനെ കുറിച്ചൊക്കെ പറയുന്നത്. എന്തായാലും സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ കൂടെ വേണ്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലി ആർക്കെങ്കിലും ഈ ഒരു ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സോ ഇത്രയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ കാവന്നൂരുള്ള ഈ കഴുങ്ങിൻ്റെ തോട്ടമായിട്ടുള്ള 230 മീറ്റർ ഇന്ന് ക്ലോസ് ചെയ്യുകയാണ്. എന്തായാലും മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.